ഹായ് ഡേറ്റീസ്, വെൽക്കം ബാക്ക്. ഇന്നലെ മാർക്കറ്റിൽ നമ്മൾ ഒരു ടാർഗറ്റ് വെച്ചിരുന്ന ഏരിയ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സോണിൻ്റെ മുകളിലായിരുന്നു. അതായത് 23,380 അവിടെ ബ്രേക്ക് ചെയ്ത 446 അല്ലെങ്കിൽ 400 എന്നുള്ള ഈ ഒരു ലെവലായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ മാർക്കറ്റ് കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. കറക്റ്റായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ വളരെ സ്ലോ ആയിട്ടാണ് താഴെ വന്നിട്ടുണ്ടായത്. കാര്യമായിട്ട് പ്രീമിയത്തിലൊന്നും മൂവ്മെൻറ്റ് ഇല്ലാത്ത രീതി തന്നെയാണ് എന്ത് ചെയ്തത്, മാർക്കറ്റ് താഴെ വന്നത്. പിന്നീട് ആ ഒരു 3-4 ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം പിന്നീട് പക്കാ ഒരു സൈഡ് വെച്ച് മാർക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ക്യാൻഡിലും പ്രീമിയം മൂവ്മെൻറ്റ് ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡുകളൊന്നും ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഒരു സോണിനകത്താണ് വന്ന് നിന്നതും ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഏരിയയിൽ എവിടെയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും, ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യും, മാർക്കറ്റ് പതുക്കെ പോകും, ഈ ഒരു ലെവലിൽ പോയിട്ട് തിരിച്ച് പോരും, ഇങ്ങോട്ട് വന്ന് സൈഡ് വൈസ് ആയിട്ട് തീരുമെന്നുള്ളതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഓവറോൾ എന്താണ്, ഒരു ബിയറിഷ് ട്രെൻഡ് ആയതുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ വ്യൂ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഓപ്പോസിറ്റ് ആണ്, വലിയ ഗ്യാപ്പ് അപ്പാണ് ഗ്ലോബൽ ഫ്യൂസ് കാരണമായിരിക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പം മാർക്കറ്റ് വന്നതും പോയതൊക്കെ നമ്മൾ ഒന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ട്രേഡിൽ പ്രീമിയം കയറുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇനി നാളേക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം വരുന്നത്. നാളെ എന്തായാലും ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നത്. കാരണം നാളെ ഈ ഒരു ഏരിയ എന്നാലും മാർക്കറ്റായി ഈ ഒരു സോണിനകത്ത് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് എടുക്കാൻ പ്ലാൻ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ഇതിന് ഈ ഏരിയയും സപ്പോർട്ട് എടുക്കുന്ന തന്നെ തൊട്ടടുത്ത് സപ്പോർട്ടുകൾ ഉണ്ടായതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഏരിയ ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതേപോലെ ഇനി ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് പോവുകയാണെന്ന് കൂട്ടെ മേലേക്ക് പോവുകയാണെങ്കിൽ, മേലേക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഇതാണ്, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് തേർഡ് ടാർഗറ്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു ഏരിയക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല മാർക്കറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് നാളെ ട്രേഡ് കിട്ടാനുള്ള സാധ്യത തന്നെ വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇനി നിഫ്റ്റി ബാങ്ക് ഇന്നത്തെ പെർഫോമൻസ് നോക്കാം. നിഫ്റ്റി ബാങ്ക് ആണ് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 2 ദിവസമായിട്ടും പിന്നെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നത്. കാരണം ഗ്യാപ്പ് ഓപ്പൺ ചെയ്തു മാർക്കറ്റ് പതുക്കെ മേലേക്ക് പോകുന്നുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്ത 2 ക്യാൻഡിൽ ഒഴികെ കാര്യമായിട്ട് മൊമെൻ്റ് ഒന്നും തരാത്ത മാർക്കറ്റായിരുന്നു നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ. നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഈ ഏരിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ 49,467, അതേപോലെ 49,664 ആയിരുന്നു. ആ ഏരിയക്ക് അതേപോലെ എന്തു മാർക്കറ്റ് അവിടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അതായത് നാളെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാൻ വലിയ ടാർഗറ്റ് ഒന്നും ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല, അത് പ്രത്യേകിച്ച് കോൾ സൈഡിലേക്ക്. കാരണം മാർക്കറ്റ് ഒരു റിവേഴ്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിഫ്റ്റിയുടെ കേസിൽ. നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലല്ല. നിഫ്റ്റി ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. നാളെയും ഒരു ഗ്യാപ്പ് അപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും, പതുക്കെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇന്ന് ക്രിയേറ്റ് ചെയ്തതുപോലെ ഒന്ന് മേലേക്ക് പോയിട്ട് അവിടെ തിരിച്ച് പോരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എന്ന് പറയുന്നത് മിക്കവാറും എന്ത് ഉണ്ടാവും, നാളെ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യും. ഇന്നത്തെ പോലെ സൈഡ് വൈസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ബുള്ളിഷ് ട്രെൻഡ് കൺവേർട്ട് ആയി എന്നറിയാനുള്ള ഏറ്റവും ആദ്യത്തെ വഴി എന്ന് പറയുന്നത് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പുകൾ മാത്രമാണ്. അപ്പോൾ ഒരു ചെറിയ മൂവ്മെൻറ്റ് തരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പുകൾ മാർക്കറ്റ് ചെറുതായിട്ട് ബുള്ളിഷ് മൊമെൻറ്റ് മാറി എന്നുള്ളതും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാളെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഡെയിലി ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയാണ് നന്നായിട്ട് പോരാനുണ്ടായിരുന്നത്. താഴെ വരുന്ന സമയത്ത് മേലേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റി ട്രേഡ് എടുക്കാം, താഴെ വരുന്ന സമയത്ത് നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് എടുക്കാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവറോൾ 49,647 വരേക്ക് മാർക്കറ്റ് കയറും ഡെയിലി ക്യാൻഡിൽ, അല്ലെങ്കിൽ 49,693 വരേക്ക് മാർക്കറ്റ് കയറും എന്നുള്ള എക്സ്പെക്ടേഷൻ നിൽക്കുന്നത്. അവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് താഴേക്കുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ അതോ തിരിച്ച് കയറി പോകുന്നത് മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. നിഫ്റ്റി കേസിൽ അങ്ങനെ തന്നെയാണ്. നിഫ്റ്റി എന്താണ് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താഴത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും താഴെ ആണ് ഇപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരാൻ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ഡൗൺ സൈഡ് ട്രേഡുകളാണ് ഏറ്റവും പ്ലാൻ ചെയ്യാൻ നല്ലത്. മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു പുൾ ബാക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം മേലേക്കുള്ള ട്രേഡുകൾ മാക്സിമം ക്വാണ്ടിറ്റി കുറച്ച്
ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡൗൺ സൈഡ് ട്രേഡ് കിട്ടുന്നത് മാക്സിമം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്താണോ അത് വെച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്ലാൻ. നാളേക്ക് എന്തായാലും ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല, ഞാൻ പേഴ്സണലി ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല, ഇന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. ഇന്ന് ഈ ഏരിയ മുകളിൽ പോവുകയാണെങ്കിൽ ട്രേഡ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്യാൻഡിൽ വന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല മാർക്കറ്റിൽ, വലിയ മൊമെൻറ്റം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു മൊമെൻറ്റം നോക്കുക, പ്രീമിയത്തിൻ്റെ മൊമെൻറ്റം നോക്കി അതിന് അറിയാൻ പറ്റും. ഈ ഫസ്റ്റ് ക്യാൻഡിലാണ്, ഈ 15 മിനിറ്റ് ക്യാൻഡിലാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്തില്ല, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കാമെന്ന് ഞാൻ 113, 105 വരെ വന്നു. അത് കഴിഞ്ഞിട്ട് മാക്സിമം പോയത് 149 വരെയാണ്. അതും ഈ ഒരു ഫാൾ വരുന്ന സമയത്ത് പിന്നെ പ്രീമിയം സസ്റ്റെയിൻ ചെയ്തിട്ടില്ല, നേരെ റിവേഴ്സിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്തിട്ട് കാര്യമില്ല, പ്രീമിയം മൂവ്മെൻറ്റ് ഇല്ലാത്ത കഴിഞ്ഞ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം മാർക്കറ്റ് നോക്കിയത് ഈ മാർക്കറ്റിൽ പിന്നെയും മാർക്കറ്റ് പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഇതേപോലെ എൻട്രി ആണെങ്കിൽ ബ്രേക്ക്ഔട്ടിൽ എൻട്രി പ്ലാൻ ചെയ്തു, അതിനെന്ത് ചെയ്യണം, ഇതിന് അഗേൻസ്റ്റ് റിസ്ക് റിവാർഡ് പ്രോപ്പർ ആവണം, അതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സ്പേസ് വേണം, മൊമെൻറ്റം വേണം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്തരത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്പോട്ട് പിന്നെ വളരെ കൂടുതൽ മൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പ്രീമിയം ഉണ്ടാവില്ല, വലിയ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടാവില്ല. ഓരോ ചെറിയ റിജക്ഷൻസ് പോലും എന്ത് ചെയ്യാം, നമ്മുടെ പ്രീമിയം നന്നായിട്ട് ഡീക്കെ വരുത്തും എന്നുള്ളതുകൊണ്ട് ട്രേഡുകൾ ചെയ്യാണ്ടിരിക്കാവും നല്ലത് എന്നുള്ളതാണ്. എന്തായാലും നാളേക്ക് നമ്മൾ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. നാളെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം ചെറിയ ട്രേഡ് പ്ലാൻ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ട്രേഡുകൾ ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് നാളേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.